ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രിയരെ എക്സോഡസ് ഗോസ്പൽ ടീമിന്റെ വകയായി കേരളത്തിന്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സഞ്ചരിച്ച് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും കുടുംബകലഹം, ആത്മഹത്യ എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ സുവിശേഷ സന്ദേശ റാലിയാണ് ഈ ആല ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ലോകത്തേക്ക് നാം നമ്മുടെ കണ്ണുകളെ ഓടിക്കുമ്പോൾ അനേകർ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ നെട്ടോട്ടം ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ പ്രാപിക്കുവാൻ വേണ്ടി പലരും ആശ്രയിക്കുന്നത് എന്ന് ചോദിച്ചാൽ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ലഹരി പദാർത്ഥങ്ങളിലുമൊക്കെയാണ്. എന്നാൽ ഇതിലേക്ക് അഭയം ചൊല്ലുന്ന അല്ലെ ആശ്രയിക്കുന്ന പ്രിയ സ്നേഹിതർ അറിയാതെ പോകുന്ന ഒരു സത്യം എന്തെന്ന് ചോദിച്ചാൽ ഈ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും വ്യക്തിപരമായ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ സ്വസ്ഥതയോ നൽകിത്തരിക ഇല്ല എന്നുള്ള വാസ്തവം മാത്രമല്ല, അത് പിന്നത്തേതിൽ മനുഷ്യനെ വല്ലാത്ത തിന്മയിലേക്ക്, രോഗത്തിലേക്ക്, സാമ്പത്തിക ബാധ്യതയിലേക്ക്, അല്ല മറ്റൊരു നിലയിൽ പറഞ്ഞാൽ മരണത്തിലേക്ക് പോലും അവനെ തള്ളിവിടുവാൻ മുഖാന്തരമായി തീരുകയാണ്. ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന മനുഷ്യൻ ചില നാളുകൾ കഴിയുമ്പോൾ അവൻ പോലും അറിയാതെ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ ഓരോന്നായി ഇത് കാർന്നു തിന്നുവാനിടയായി തീരും. അവന്റെ ശരീരത്തിന്റെ ആരോഗ്യം ക്ഷയിക്കും, ബലം ക്ഷയിക്കും, അവൻ രോഗിയായി തീരുന്നു. അവൻ ജീവിതകാലം മൊത്തം സമ്പാദിച്ചതും സ്വരുക്കൂട്ടിയതും അല്ലെങ്കിൽ അവന്റെ പേരിലുള്ള കിടപ്പാടം പോലും വിറ്റ് ചികിത്സിക്കുവാൻ നോക്കിയാൽ പോലും വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ഏറ്റവും അവസാനം നിരാശരായി പലരും ജീവിതം ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, മദ്യത്തിന് പുറകെ പോയത് കൊണ്ട് ഒരു സ്നേഹിതനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് ലഭിച്ചത്? അവൻ നിസ്സംശയം പറയും, എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെട്ടു, ഉണ്ടായിരുന്ന ആരോഗ്യം നഷ്ടപ്പെട്ടു, എന്റെ പണം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാൻ ഇന്ന് ഏകാന്തത അനുഭവിക്കുന്ന അവസ്ഥയിലാണെന്ന് നിസ്സംശയം നമ്മളോട് പറയുവാനിടയായി. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പിൻപറ്റുന്ന വ്യക്തിയാണെങ്കിൽ, ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഇന്ന് അതിനോട് വിട പറയണം. ജീവിതത്തെ കാർന്നു തിന്നുന്ന മരണകരമാകുന്ന അനുഭവങ്ങളിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ വിടുതൽ പ്രാപിക്കാമെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായി ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനിടയായി തീരും. വിശ്വാസ മാർഗത്തിലൂടെ ജീവിത വ്യതിയാനങ്ങളിൽ വരുത്തുന്നതിലൂടെ, അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിരാമം കുറിക്കുന്നതിലൂടെ സന്തോഷവും സമാധാനവും ആരോഗ്യവും നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. കഴിഞ്ഞ നാളുകളിൽ ഇതിന്റെയൊക്കെ പുറകെ പോയവരും ഇതിന്റെ പരിണിത ഫലം അനുഭവിച്ചവരുമാകുന്ന യുവ സ്നേഹിതരാണ് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇതിന്റെ തിന്മയുടെ ദൂഷ്യവശങ്ങൾ, ഇതിന്റെ പരിണിത ഫലങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഇത് കേട്ട് അനേകർ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കഴിഞ്ഞ നാടുകളിൽ പ്രാപിപ്പാനിടയായി തീർന്നു എന്ന് ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും. ഈ ദേശവാസികളെ
സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ഏകാന്തത മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് നിരാശ മാറ്റി നിങ്ങളെ ലക്ഷ്യബോധമുള്ളവരാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു സർവകൃപാലുവാനും ദൈവമുണ്ട് എന്ന് സന്തോഷത്തോടെ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. മദ്യവും മയക്കുമരുന്നും മനുഷ്യൻ എന്ത് തരുമെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മരണം, നിരാശ, രോഗം, അനാരോഗ്യം, ഇതെല്ലാം ഇതിന്റെ പരിണിത ഫലങ്ങളായി ഓരോന്നോരോന്നായി ജീവിതത്തിൽ വന്നു ഭവിക്കുകയാണ്. കേരളക്കരയിൽ മധ്യ തിരുവിതാംകൂറിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവം ഇതിനോടനുബന്ധിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1980-കളിൽ ഇതിനടുത്തുള്ള പട്ടണമാകുന്ന തിരുവല്ലയിൽ നടന്ന സംഭവം എന്റെ ഓർമ്മയിൽ വരുന്നു. തിരുവല്ലയ്ക്ക് അടുത്തുള്ള കച്ചോടം എന്ന് പറയുന്ന ചെറിയ ഗ്രാമപ്രദേശത്ത് അധികം പ്രസിദ്ധമല്ലായിരുന്ന ഒരു ഭവനമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അവിടുത്തെ കൊച്ചുമകനായി വളർത്തപ്പെട്ട റെനി 12ാം ക്ലാസ്സിന് ശേഷം എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി മദ്രാസിലേക്ക് ട്രെയിൻ കയറി. അവൻ മദ്രാസിന്റെ കോളേജിൽ ചെന്നു, പഠനം ആരംഭിച്ചു, കൂട്ടുകാരെ ലഭിച്ചു. എന്നാൽ അവന്റെ കൂട്ടുകെട്ട് ശരിയായിട്ടുള്ളതായിരുന്നു. അവന്റെ കൂട്ടുകാർ അവന് മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും കൊടുത്ത് അവനെ വശീകരിക്കാൻ ഇടയായിത്തീർന്നു. അവൻ ഇതിനെല്ലാം അടിമയായി കഴിഞ്ഞപ്പോൾ ഇതില്ലാതെ ജീവിപ്പാൻ കഴിയത്തില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ അവൻ കൂട്ടുകാരോട് പിന്നെയും ഇത് ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, ഇത് സൗജന്യമായി തരുവാൻ കഴിയത്തില്ല, ഇതിന് പണം ആവശ്യമാണ്. അവനെ പഠനത്തിന് വേണ്ടി അയച്ച വല്യപ്പച്ചനും വല്യമ്മച്ചും മാതാപിതാക്കളും അവന്റെ പഠന ചെലവിന് വേണ്ടി കൊടുത്തിരുന്ന പണം ഈ മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരി പദാർത്ഥങ്ങളോ മേടിപ്പാൻ തികയാതെ വന്നപ്പോൾ അവൻ അവിടുന്ന് ട്രെയിൻ കയറി തിരുവല്ലയിൽ വന്നിറങ്ങി. അവന്റെ കച്ചോട്ടെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. അവിടെ ചെന്ന് അവന്റെ വല്യപ്പച്ചനോടും വല്യമ്മച്ചിയോടും പറഞ്ഞു, എനിക്ക് ഇത്ര പണം ആവശ്യമാണ്. അവർ കൊടുപ്പാൻ വിസമ്മതിച്ചപ്പോൾ അന്ന് രാത്രി അവന്റെ സ്നേഹിതരുമായി മദ്യാസക്തിയിലും ലഹരിയിലും വന്നിട്ട് നിഷ്കരുണം അവരെ വെട്ടി കൊലപ്പെടുത്തുവാനിടയായിത്തീർന്നു. പിറ്റേ ദിവസം രാവിലെ അച്ചടിച്ചു വന്ന പത്രങ്ങളിൽ, മനോരമയിലും മാതൃഭൂമിയിലും മംഗളത്തിലുമൊക്കെ ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ വായിച്ചത്. എന്റെ ചെറുപ്പകാലത്തുള്ള സംഭവമാണ്. പ്രിയരെ, മദ്രാസിലെ മോൻ അല്ലെ റെനി ജോർജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിൽ നിരാശനായി തീർന്നു, കൊലപാതകിയായി മാറ്റപ്പെട്ടു. നല്ല സ്വപ്നങ്ങളോടുകൂടെ, കാഴ്ചപ്പാടുകളോടുകൂടെ പഠനത്തിനു വേണ്ടി ഇന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തമാകുന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് അല്ലെ മദ്രാസിലേക്ക് അവനെ അയച്ചതാണ്. പണമില്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, സ്വപ്നങ്ങളില്ലാഞ്ഞിട്ടല്ല. അവൻ ചെന്നുപെട്ട ഇടം അല്ലെങ്കിൽ അവൻ അവലംബിച്ച രീതി എന്ന് പറയുന്നത് അവനെ നാശത്തിലേക്ക് തള്ളിവിടുവാനിടയായി. പ്രിയരെ, നല്ല ഉദ്ദേശത്തോടെ പഠിക്കുവാൻ പോയ കുഞ്ഞ് അവന്റെ ഉദ്ദേശം നഷ്ടപ്പെട്ടവനായി ലഹരിക്ക് അടിമയായി തീർന്നപ്പോൾ ഏറ്റവും അവസാനം അവൻ ഒരു കൊലപാതകിയായി മാറ്റപ്പെട്ടു. പോലീസ് അവനെ പിടിച്ചു, കോടതിയിൽ വിസ്തരിച്ചു, അവനെ ജയിലിനകത്താക്കി. എന്നാൽ നിരാശനായി അവൻ ആ ജയിലിൽ കഴിയുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ചില സുവിശേഷകർ ചെന്ന് അവനോട് പറഞ്ഞു, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഭാവിയെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനത് വിശ്വസിച്ചു. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അവന്റെ പാപക്കറയെ ദൈവം മായിച്ചു കൊടുത്തു. ഇന്ന് അവൻ ഞങ്ങളെ പോലെ റെനി ജോർജ് ഒരു സുവിശേഷകനായി തീർന്നുകൊണ്ടിരുന്നു. അനേക ഇടങ്ങളിൽ പോയി സത്യസുവിശേഷം പ്രസംഗിച്ച് അനേകരെ നീതിമാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിയ അനേകരുണ്ട്, നിരാശരായി തീർന്ന അനേകരുണ്ട്, മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ആശ്രയിക്കുന്ന അനേകരുണ്ട്. ഇതിന്റെ എല്ലാം പരിണിത ഫലം എന്ന് പറയുന്നത് മരണവും
അതിന്റെ രോഗവും അതിന്റെ കെടുതികളും സാമ്പത്തിക ബാധ്യതകളും കടഭാരങ്ങളുമാണ്. എന്നാൽ ഈ ദേശത്തുള്ള ആരും ഇതിന്റെ സ്വാധീനത്തിൽ അകപ്പെട്ടു പോയി തിന്മയിൽ നിങ്ങളുടെ ജീവിതം നിരാശരായി തീരുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഈ ദേശത്ത് വന്ന് ഈ മധ്യാഹ്ന സമയത്ത് നിങ്ങളോട് ഈ സദ്വർത്തമാനം ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഞങ്ങൾ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇതിൽ നിന്നൊരു വിമോചനം നിങ്ങൾക്ക് ആവശ്യമില്ലേ? ഇതിൽ നിന്നൊരു വിടുതൽ ആവശ്യമില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളും ലോകരുമൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, വേണം. നമ്മുടെ കേരളം എന്തേ അലപ്പതിച്ചുകൊണ്ടിരിക്കുന്നു? പണ്ടെങ്കിലില്ലാത്ത അക്രമങ്ങളും അനീതികളും മോഷണവും പിടിച്ചുപറിയും കൊലപാതകങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച മുന്നേ നമ്മുടെ കേരളക്കരയെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായി. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവനെ പെറ്റു വളർത്തിയ, അവന് ജന്മം കൊടുത്ത, അവനെ മുലയൂട്ടി വളർത്തിയ, അവന് വേണ്ടുന്ന എല്ലാം നൽകിക്കൊടുത്ത് വലിയ സ്വപ്നങ്ങളോടുകൂടെ വളർത്തി വലുതാക്കിയ പിഞ്ചുമകൻ ആ ചെറുപ്പക്കാരൻ അവന്റെ മാതാവിനേക്കാളും വലുതായി മയക്കുമരുന്നിനെ കരുതിയപ്പോൾ മാതാവിനെ കഴുത്ത് ധരിച്ച് കൊല്ലുവാനിടയായി. പ്രിയരെ, നമ്മുടെ തലമുറകൾ എങ്ങോട്ടാണ്? നമ്മുടെ കേരളം എങ്ങോട്ടാണ്? ചില വർഷങ്ങൾക്ക് മുന്നമേ വിദേശികൾ ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു, ഇവിടെ സഞ്ചരിച്ചു, ഇവിടുത്തെ ആൾക്കാരുമായി ഇടപഴകി, ഇവിടുത്തെ സന്തോഷവും സമാധാനവും സൗഹൃദവും മനുഷ്യൻ തമ്മിലുള്ള ഹാർദവമാകുന്ന സ്നേഹവും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവര് കേരളത്തിന് കൊടുത്തൊരു പേരുണ്ട്, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അന്ന് ഇന്നത്തെ പോലെ വലിയ വ്യവസായങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു വീട്ടിൽ ചക്കയുണ്ടായാൽ അത് 4-5 കൊണ്ടിയായി മുറിച്ച് അടുത്ത ഭവനങ്ങളിലേക്ക് കൊടുത്തുവിടും. അവിടെ കുറച്ച് മാങ്ങായി ഉണ്ടായാൽ അത് വീതം വെച്ച് അടുത്ത ഭവനങ്ങളിൽ കൊടുക്കും. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പച്ചക്കറിയും അങ്ങനെ പല സാധനങ്ങളും കൊടുത്ത് സൗഹൃദത്തോടെ വസിച്ചിരുന്ന ഒരു കാലം നമ്മുടെ കേരളക്കരയ്ക്ക് പറയുവാനുണ്ടായിരുന്നു. പ്രിയരെ, ഇന്ന് സാഹോദര്യവും സമത്വവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ സാധ്യനായി തീർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ് മനുഷ്യർ സ്വസ്നേഹികളാകും, വമ്പ് പറയുന്നവരാകും, മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി തീരും, ഇണങ്ങാത്തവരായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുന്നു. അതെ, ഇന്ന് ശത്രുതാ മനോഭാവത്തോട് പെരുമാറുന്നു. ഒരുവിനെയും ഹൃദയം തുറന്ന് വിശ്വസിക്കുവാനോ സ്നേഹിക്കാനോ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ ദേശം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ ഈ തിന്മയിൽ നിന്ന്, ഈ അനർത്ഥത്തിൽ നിന്ന്, വ്യസനകരമായ അനുഭവത്തിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് നമ്മുടെ ദേശത്തിന് ആവശ്യമില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയത്തോടെ അല്ലാതെ പറയുവാൻ സാധിക്കും, അതെ, നമുക്കൊരു മാറ്റം ആവശ്യമാണ്, നമ്മുടെ ദേശത്തിന് മാറ്റം ആവശ്യമാണ്. ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് പിശാചിന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേ, പൈശാചിക കരമാണ് ഓരോരുത്തരെയും വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്നത്. അവരെ തിന്മയിലേക്ക് നയിക്കുന്നത് പൈശാചിക ശക്തികളാണ്, പാപത്തിന് സ്വാധീനമാണ്. അതിന്ന് നമുക്കൊരു വിടുതൽ ആവശ്യമാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാർക്ക് ആൺപെൺ വ്യത്യാസമില്ലാതെ ഇന്ന് പലരും മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ആശ്രയിക്കുകയാണ്. സ്കൂളിലേക്ക് നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തിരിച്ചു വരുന്നത് മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ അഭയം പ്രാപിച്ചവരായിട്ടാണ്, നിരാശരായിട്ടാണ് വരുന്നത്. പല മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല സന്തോഷത്തോടെ രാവിലെ സ്കൂളിലേക്ക് പോയ കുഞ്ഞ് വൈകുന്നേരം മടങ്ങി വന്നതിന് ശേഷം അവൾ മുറിയിൽ കയറി കഥകടയ്ക്കുന്നു, അവൻ മുറിയിൽ കയറി കഥകടയ്ക്കുന്നു, ആരോട് സംസാരിക്കുന്നില്ല, പഠിക്കുന്നില്ല, നിരാശനായിരിക്കുകയാണ്. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എനിക്ക് പറയുവാൻ സാധിക്കുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും പരിണിത ഫലമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആയിത്തീരുന്നത്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാതെ, വീട്ടിന് വേണ്ടുന്ന നന്മകൾ ചെയ്യുവാൻ കഴിയാതെ അവർ ലോകത്തിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒരു വിടുതൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ കൂടെ വിശ്വസിച്ചാൽ ഈ രക്ഷ കരസ്ഥമാക്കുവാനിടയായി തീരും. ലോകത്തെ നോക്കി, അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ നോക്കി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും
ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, യേശു കർത്താവ് ദൈവപുത്രനാകുന്നവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഉലകത്തിലേക്ക് വന്ന മറ്റാരുമില്ല. യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ വസിച്ചിരുന്ന യേശു കർത്താവ് പിതാവിനോട് സമനായി ജീവിച്ചിരുന്നുവെങ്കിലും നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി മനുഷ്യനായി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അതെ, യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജന്മമെടുക്കുകയല്ല, തെരുവോരങ്ങളിൽ കൂടെ സഞ്ചരിച്ച് അനേകർക്ക് നല്ല ഉപദേശങ്ങൾ നൽകിക്കൊടുത്തു. പാപികളെ പാപങ്ങൾ മോചിച്ചവരായി തീർത്തു. അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക ഭൂതഗ്രസ്തരെ വിടുവിച്ചു. ഏറ്റവും അവസാനം സകല മാനവജാതിയുടെയും പാപപരിഹാരത്തിനു വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിൽ തന്റെ ജീവൻ യാഗമായി നൽകി തരുവാനിടയായി തീർന്നു. വേണ്ടി കാൽവറിയിൽ തന്റെ ജീവൻ യാഗമായി നൽകി. യേശുവിനെ വിസ്തരിച്ച എല്ലാ ന്യായാധിപന്മാരും പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ നീതിമാനിൽ ഞങ്ങൾ യാതൊരു കുറ്റവും തെറ്റും കാണുന്നില്ല. എങ്കിലും ജനത്തിന്റെ ആരവാരം അധികമായപ്പോൾ പീലാത്തോസ് എന്ന ന്യായാധിപൻ ഒരു ശിശുവിനോട് പറഞ്ഞു, ഒരു താലത്തിലൊക്കെ വെള്ളം കൊണ്ടുവരിക. അതെ, അവനോട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല, നിങ്ങൾ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് ജനത്തിന്റെ ഇഷ്ടമനുസരിച്ച് യേശുവിനെ ക്രൂശിപ്പാൻ വിട്ടുകൊടുത്തു. അന്നത്തെ റോമൻ നിയമം അനുസരിച്ച് ഏറ്റവും ഹീനകൃത്യം ചെയ്യുന്ന, ഏറ്റവും അധപ്പതിച്ചു പോയ വ്യക്തിയെ ക്രൂശിക്കുന്നൊരു ആ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതെ, എനിക്കും നിനക്കും പകരക്കാർ മരിപ്പാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, യേശു എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. യേശുവിന് വർണ്ണവർഗ വ്യത്യാസങ്ങളില്ല, ആൺ പെൺ വ്യത്യാസങ്ങളില്ല, ജാതി വ്യവസ്ഥകളില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സ്നേഹസമ്പന്നനാകുന്ന ദൈവം. ആ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ തിരിച്ചറിഞ്ഞുവെങ്കിൽ നിങ്ങളെ പോലെ ധന്യരായി ലോകത്തിൽ മറ്റാരുമില്ല.